ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ജനിത എഴുതിയിരിക്കുന്നൊരു മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് ജനിത. യഥാർത്ഥ പേരല്ല. എനിക്ക് 28 വയസ്സുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് ഏതാനും വർഷങ്ങളായി. ഹസ്ബൻഡിന് പൂനെയിലാണ് ജോലി. അവിടെ പോയി 1.5 വർഷം ഞാൻ നിന്നിരുന്നു. പക്ഷേ എനിക്ക് അവിടമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വയ്യ. അതുകൊണ്ട് തിരിച്ച് ഞാൻ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വന്നു. എൻ്റെ ഭർത്താവ് എന്നെ ഇഷ്ടപ്പെട്ട് എൻ്റെ വീട്ടിൽ വന്ന് പെണ്ണ് ചോദിച്ചതാണ്. ഞാനപ്പോൾ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യായിരുന്നു. അദ്ദേഹം പൂനെയിൽ നിന്ന് ഒരാവശ്യത്തിന് ഞങ്ങളുടെ ഓഫീസിൽ വന്നപ്പോൾ എന്നെ കാണുകയും പിന്നീട് ഒരു തവണ കൂടി വന്ന് കണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ തിരക്കി വീട്ടിൽ വന്ന് ഡയറക്റ്റായിട്ട് അന്വേഷിക്കുകയായിരുന്നു. എനിക്കാണെങ്കിൽ കല്യാണത്തോടൊന്നും വലിയ താല്പര്യമില്ലാതെ ജോലിയുമായി മുന്നോട്ട് പോവുകയായിരുന്നു. പിന്നെ ഹസ്ബൻഡിൻ്റെ നല്ല സ്വഭാവവും അദ്ദേഹത്തിൻ്റെ സൗന്ദര്യവും വീട്ടുകാരുടെ സ്നേഹവും കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്കും വലിയ പ്രശ്നം തോന്നിയില്ല. വീട്ടുകാർക്കും എന്നെ അവിടെ നിന്ന് ഇറക്കി വിടുന്നതിന് സന്തോഷമുണ്ടായിരുന്നു. അങ്ങനെ 6 മാസത്തിനുള്ളിൽ എൻ്റെ കല്യാണം നടന്നാണ് ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് വന്നത്. ഹസ്ബൻഡ് പൂനെയിലാണ് ജോലി എന്ന് പറഞ്ഞല്ലോ. പക്ഷേ അവിടുത്തെ അമ്മയ്ക്കും അച്ഛനും ഒരിക്കലും ഇഷ്ടമല്ല എൻ്റെ ഹസ്ബൻഡ് പൂനെയിൽ ജോലി ചെയ്യുന്നത്. നാട്ടിൽ തന്നെ ജോലി വേണമെന്നാണ് അമ്മയുടെ ആഗ്രഹം. ആകെ കൂടി അവർക്ക് ഒറ്റ മകനേ ഉള്ളൂ. പക്ഷേ ഭർത്താവിന് ആഗ്രഹം ഇനി UK മറ്റും പോയി സെറ്റിലാകണമെന്നാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും യൂറോപ്യൻ കൺട്രീസിൽ. അതിനുവേണ്ടി അദ്ദേഹം കിടഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അമ്മായിമെന്ന് പറയുമ്പോഴേക്കും എൻ്റെ അമ്മായിച്ചൻ്റെ 2ാം ഭാര്യയാണ്. ഒഫീഷ്യലിയുള്ള ഭാര്യയല്ല. ആദ്യ ഭാര്യ വേറൊരിടത്തുണ്ട്. അതിൽ 2 മക്കളുമുണ്ട്. ഇവിടുത്തെ അമ്മയ്ക്ക് നല്ല സ്വത്തുള്ള ആളാണ്. പക്ഷേ എങ്ങനെയോ വിവാഹിതനായ ഒരാളെ അമ്മ പ്രേമിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ ബന്ധമുണ്ടായത്. ഇവിടെ ഇപ്പോൾ കഴിയാൻ ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിലും പ്രായമായതുകൊണ്ട് അമ്മായിച്ചൻ ആദ്യ ഭാര്യയുടെ വീട്ടിലാണ് കൂടുതൽ സമയവും. വല്ലപ്പോഴും മാത്രമേ ഇവിടെ വരികയുള്ളൂ. അവിടെ 2 വലിയ മക്കളും അവരുടെ ഭാര്യമാരും കൊച്ചുമക്കളും ഒക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് പുള്ളിക്ക് അവിടെയാണ് കംഫർട്ട്. അമ്മായിമ്മയും അമ്മായിച്ചനെയും കണ്ടു കഴിഞ്ഞാൽ അച്ഛനും മകളുമാണെന്ന് പറയും. പക്ഷേ കല്യാണം ആലോചിക്കുന്ന സമയത്ത് ഈ ഹിസ്റ്ററി ഒന്നും എനിക്കറിയില്ലായിരുന്നു. വീട്ടിൽ വന്ന ശേഷം പിന്നെ ഞങ്ങൾ പൂനെയിൽ ചെന്നപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡ് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അതായത് അമ്മ അന്ന് അച്ഛനെ കണ്ട് എങ്ങനെയോ ഇഷ്ടപ്പെട്ടു പോയി. അച്ഛൻ കല്യാണമൊന്നും കഴിച്ചിട്ടില്ലെന്നാണ് പറഞ്ഞത്. പുള്ളിക്കാരൻ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് ചെറുപ്പമായിട്ടിരിക്കുകയാണ്. കണ്ട് അമ്മ പ്രായവ്യത്യാസം നോക്കാതെ പ്രേമിക്കുകയും ചെയ്തു. പുള്ളി രഹസ്യമായി കല്യാണം കഴിച്ച് അവിടെ താമസിക്കുകയും ചെയ്തു. ഒരു കുട്ടിയൊക്കെ ജനിച്ചു കഴിഞ്ഞപ്പോഴാണ് നാട്ടിൽ വേറെ ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടെന്ന് അറിഞ്ഞത്. അന്നത് വലിയ പ്രശ്നമായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാണ്? പിന്നെ എല്ലാവരും കൂടെ ബഹളം വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ ജോലിക്കും അതൊക്കെ പ്രശ്നമാണ്. അതുകൊണ്ട് എല്ലാവരും അടങ്ങി. അച്ഛൻ്റെ ആദ്യ ഭാര്യയൊന്നും എൻ്റെ അമ്മ കണ്ടിട്ട് കൂടിയില്ല. കോഴിക്കോട് തിരുവനന്തപുരവും എന്ന് പറഞ്ഞതുപോലുള്ളൊരു ദൂരവ്യത്യാസം 2 വീടുകളും തമ്മിലുണ്ട്. അതുകൊണ്ട് ആരും തമ്മിൽ കൂട്ടിമുട്ടേണ്ടി വന്നിട്ടില്ല. എങ്കിലും അത് കഴിഞ്ഞതിൽ പിന്നെ അമ്മയ്ക്ക് അച്ഛനോട് പ്രതിപത്തി വളരെ കുറവായിരുന്നു. അച്ഛൻ എല്ലാ സൗകര്യങ്ങളും അമ്മയ്ക്ക് ഉണ്ടാക്കി കൊടുത്തു. അമ്മയ്ക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇഷ്ടംപോലെ സ്വത്തൊക്കെ ഉണ്ട്. എൻ്റെ ഭർത്താവിന് പെണ്ണ് അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ കഥയൊക്കെ പ്രശ്നമായിരുന്നു. പക്ഷേ ഹസ്ബൻഡ് എന്നെ കണ്ട് ഇഷ്ടപ്പെട്ട് വന്നതുകൊണ്ട് ആ കഥകളൊക്കെ അവർ മൂടി വെച്ചു. അങ്ങനെയാണ് കല്യാണം നടന്നത്. ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത്തിരി ദേഷ്യം തോന്നി. പിന്നീട് നടന്നു പോയ കാര്യങ്ങളല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ലോ എന്നോർത്തു. അതുമാത്രമല്ല, അമ്മായിമ്മയ്ക്ക് എന്നോട് ഭയങ്കര കാര്യമാണ്. പൂനെയിൽ നിന്ന് ഞാൻ തിരിച്ചു വന്നപ്പോൾ അമ്മയാണ് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത്. നീ ഇവിടെ നിൽക്കുന്നതാണ് മോളെ എനിക്കിഷ്ടം, എനിക്കൊരു കൂട്ടാകുമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മായിമ്മയും ഞാനും കൂടെയാണ് അവിടെ അടിച്ചു പൊളിച്ച് താമസിക്കുന്നത്. പിന്നെ അച്ഛൻ വല്ലപ്പോഴൊക്കെ വരും. ഹസ്ബൻഡ് ഒരു 3 മാസം കൂടിക്കുമ്പോഴേക്കും 10 ദിവസം വന്ന് താമസിക്കും. അത്രയേ ഉള്ളൂ. ബാക്കിയുള്ള സമയത്തെല്ലാം ഞാനും അമ്മായിമ്മയും കൂടെയാണ്. അമ്മയ്ക്ക് തനിയെ അമ്മയുടെ വസ്തുവകകളിൽ നിന്ന് 1 ലക്ഷത്തിന് മേൽ വരുമാനം എല്ലാ മാസവും കിട്ടാറുണ്ട്. അമ്മ സത്യം പറഞ്ഞാൽ ഒരു റിച്ചാണ്. പിന്നെ അമ്മായിപ്പൻ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും കുറച്ച് പൈസ അമ്മാമ്മയുടെ കൊടുക്കും, എൻ്റെ ഭർത്താവും കൊടുക്കും. ഭർത്താവ് എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് തരും. പക്ഷേ ആ കാശൊന്നും എനിക്കൊരിക്കലും ചിലവഴിക്കേണ്ടി വന്നില്ല. കാര്യം അമ്മായിമ്മയുടെ കയ്യിൽ പൂത്ത പണം ഇരിക്കുകയല്ലേ. ഞങ്ങൾ 2 പേരും കൂടെ ഇല്ലാത്തതും പൊല്ലാത്തതും ഒക്കെ മേടിച്ച് കൂട്ടി അവിടെ ഇവിടെയൊക്കെ പോയി. എവിടെയൊക്കെ പോകാൻ പറ്റുമോ അവിടെ എല്ലാം ടൂറാണ്. അമ്മായിപ്പന് അതത്ര ഇഷ്ടമല്ല. എപ്പോഴും 2 ആളും കൂടെ ഭയങ്കര ടൂറാണല്ലോ. അപ്പോൾ അമ്മായിമ്മ പറയും, നിങ്ങളിങ്ങോട്ട് വരണ്ട, ആദ്യ ഭാര്യയെ കെട്ടിപ്പിടിച്ച് നിങ്ങൾ അവിടെ ഇരുന്നോ, ആര് വിളിച്ചു ഒരു പ്രശ്നവുമില്ല, ഞാനും മോളും കൂടെ ഞങ്ങൾക്ക് തോന്നിയെടുത്ത് പോകും എന്ന് പറയും. ഒരു ദിവസം ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മയോട് ഞാൻ രഹസ്യം കൊണ്ട് ചോദിച്ചു, അമ്മയും അച്ഛനും തമ്മിൽ നല്ല ടേംസ് അല്ലേന്ന്. ഓ, ആദ്യത്തെ 10 വർഷത്തെ ടേംസേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അങ്ങയുടെ യഥാർത്ഥ സ്വഭാവം അറിഞ്ഞു കഴിഞ്ഞതിൽ പിന്നെ ഞാൻ അടുപ്പിച്ചിട്ടില്ല. സൗന്ദര്യം കണ്ടും ഗാംഭീര്യം കണ്ടുമാണ് ഞാൻ കല്യാണം കഴിച്ചത്. അത് കഴിഞ്ഞ് സട പോയ സിംഹമായില്ലേ മോളെ. എന്ത് ചെയ്യാനാ? ഭർത്താവാണെന്ന് പറഞ്ഞ് നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ? അതുമില്ല.
മോൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞ് ആരെങ്കിലും വേണ്ടേ? അത്രയേ ഉള്ളൂ. എന്നാലും അമ്മ എങ്ങനെയാണ് ഈ കുരുക്കിൽ അകപ്പെട്ടത് എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, എടി, സൗന്ദര്യം കാണുമ്പോൾ പെണ്ണുങ്ങൾക്ക് നല്ല ഇളക്കം തോന്നും. അപ്പോൾ ഉടനെ പറയും കല്യാണം കഴിക്കണം കല്യാണം കഴിക്കണമെന്ന്. അങ്ങനെ ചാടി കല്യാണം കഴിച്ചവളാണ് ഞാൻ. പക്ഷേ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. സൗന്ദര്യം സ്വന്തമാക്കണമെങ്കിൽ കല്യാണം കഴിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ചായ കുടിക്കാൻ തേലത്തോട്ടമാക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു മോളെ? ഒന്നുമില്ല. എല്ലാം അമ്മയുടെ പോഴത്തരമാണ്. ശരിക്കും എൻ്റെ വീടിൻ്റെ അടുത്തായിരുന്നു പുള്ളിയുടെ ക്വാർട്ടേഴ്സ്. അപ്പോൾ സൗന്ദര്യമുള്ള എൻ്റെ ആ പ്രായത്തിൽ നോക്കുമ്പോൾ കല്യാണം കഴിക്കാൻ പറ്റിയ ഒരു മനുഷ്യൻ, അതും നല്ല ആണൊരുത്തൻ. ആണിനെ കല്യാണം കഴിച്ചിലെ ജീവിതം പോവണിയെന്ന് പറഞ്ഞ് മുട്ടി നിൽക്കുന്ന എനിക്ക് അതൊരു നല്ല ചോയ്സായിട്ട് തോന്നി. കൈയും കാലുമൊക്കെ കാണിക്കാൻ തുടങ്ങിയത് ഞാനാണ്, എൻ്റെ കുറ്റമാണ്. അങ്ങേര് പിന്നെ അതങ്ങ് സാഹചര്യം മുതലെടുത്തു. പിന്നെ അവസാനം ഞാനങ്ങ് മാറോട് ചേർന്ന് പറഞ്ഞു എന്നെ കല്യാണം കഴിക്കണമെന്ന്. അങ്ങനെയാണ് പുള്ളി കല്യാണം കഴിച്ചത്. അദ്ദേഹം രഹസ്യങ്ങളൊന്നും പറഞ്ഞില്ല. പക്ഷേ ഞാനാണെങ്കിൽ കല്യാണം കഴിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. കിഴക്കുനിന്ന് വന്നതും ഇരിക്കട്ടെ, ഒറ്റാലിൽ കിടന്നതും ഇരിക്കട്ടെ എന്ന് അങ്ങനെ വിചാരിച്ച് കാണും. ഭാര്യ വീട്ടിലുണ്ടല്ലോ, ഇവിടെ ഇപ്പോൾ ഒരു കിളുന്ന പെണ്ണും, എന്നാൽ പിന്നെ രണ്ടും ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് കാണും. അങ്ങേരാണ് തെറ്റിയതെന്ന് ഞാൻ പറയും. എന്നാലും എൻ്റെ കയ്യിൽ തെറ്റുണ്ട്. ഓ, അമ്മയ്ക്കായിരുന്നപ്പോൾ ആക്രാന്തം. എന്ത് ചെയ്യാനാ മോളെ? പ്രായം അതല്ലേ, തൊട്ടാൽ പൊട്ടുന്ന പ്രായം. എന്ത് ചെയ്യാനാ? ആ, അങ്ങേരിപ്പോൾ അങ്ങേരുടെ പാട് നോക്കി പോയിക്കോട്ടെ. നമുക്ക് രണ്ടുപേർക്കും കൂടെ അടിച്ചു പൊളിക്കാം. അങ്ങേരെന്തെങ്കിലും പറഞ്ഞോട്ടെ, നമ്മുടെ ജീവിതം നമുക്ക് ആസ്വദിക്കാം എന്ന് പറഞ്ഞു. എന്തായാലും അമ്മായിമ്മ കൂട്ടിനുള്ളത് എനിക്ക് വലിയൊരു സന്തോഷമായിരുന്നു. പിന്നെ ഫ്രണ്ട്സിനെ പോലെയാണ്. എന്ത് പറഞ്ഞാലും അമ്മായിമ്മ അത് പോസിറ്റീവായിട്ടുള്ള സെൻസിൽ മാത്രമേ എടുക്കുള്ളൂ. പിന്നെ ഒരു ദിവസം അമ്മായിമ്മ എന്നോട് പറഞ്ഞു, എടി, അവൻ നിന്നെ ഓഫീസിൽ വന്ന് കണ്ടിട്ട് എന്നോട് പറഞ്ഞത് നല്ല സൗന്ദര്യമുള്ളൊരു പെണ്ണാണ്. അതുമാത്രമല്ല അവൻ ഉദ്ദേശിക്കുന്ന ഏതാണ്ടൊക്കെ ഫീച്ചേഴ്സ് നിനക്കുണ്ടെന്നാണ് പറഞ്ഞത്. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. നിന്നെ നേരിട്ട് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ബമ്പറും ബോണറ്റുമാണ് അവൻ ഉദ്ദേശിച്ചതെന്ന്. സാധാരണ പെണ്ണുങ്ങളെക്കാൾ അഴകളവ് നിനക്ക് കൂടുതലാണ് എന്ന് അമ്മായിമ്മ പറഞ്ഞു. ഷോ, അങ്ങനെയൊക്കെ ചേട്ടൻ വന്ന് അമ്മയോട് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു, അങ്ങനെ അവൻ പറഞ്ഞില്ല, എന്നാലും അതാണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. അമ്മ പെണ്ണുങ്ങളെ എങ്ങനെയൊക്കെ ചൂടിന് ശ്രദ്ധിക്കുമോ? സാധാരണ അമ്മ സുന്ദരന്മാരായ ആണുങ്ങളല്ലേ നോട്ടമിടുന്നത്. ഒന്ന് പോടി, പണ്ടത്തെ കഥ പറയാതെ. ഇപ്പോഴും ഞാനൊന്നിറങ്ങിയാലില്ലേ ചെക്കന്മാർ വരെ ക്യൂ നിൽക്കും. ഞാൻ പറഞ്ഞു, അമ്മയ്ക്കതിന് പ്രായമൊന്നും ആയിട്ടില്ലല്ലോ, അമ്മ ചെറുപ്പക്കാരിയല്ലേ, എന്നേക്കാൾ സൗന്ദര്യമുണ്ട് അമ്മയ്ക്ക്. ഉണ്ടോടി? ആ, ഉണ്ടമ്മേ, അമ്മ സുന്ദരിയല്ലേ. എൻ്റെ കൂടെ വരുമ്പോൾ എന്നെ നോക്കുന്നതിന് ബദലായിട്ട് ആണുങ്ങളെല്ലാം നോക്കുന്നത് അമ്മയാണ്. ഒന്ന് പോടി, എന്നെ വെറുതെ പുകഴ്ത്താതെ. അല്ലമ്മേ, അമ്മയ്ക്ക് ഇനിയൊരു അംഗത്തിന് ബാല്യമുണ്ട്. ആ, അതൊക്കെ ചിലർ എന്നോട് പറയാറുണ്ട്, എൻ്റെ കൂട്ടുകാരികൾ. പക്ഷെ എന്ത് ചെയ്യാനാണ്? ഇനിയിപ്പം അങ്ങനെ വിവാഹമോചനം ചെയ്യാനോ അല്ലെങ്കിൽ പുതിയൊരു ജീവിതം തുടങ്ങാനോ പറ്റുമോ? എൻ്റെ മോൻ എന്ത് വിചാരിക്കും? നീ എന്ത് വിചാരിക്കും? ഞാൻ പറഞ്ഞു, ഞാനൊന്നും വിചാരിക്കില്ല, പക്ഷെ ചേട്ടന് ഇഷ്ടമായിരിക്കില്ല. ഓ, അല്ലെങ്കിൽ റിസ്ക് ഒന്നും എടുക്കാൻ എനിക്ക് വയ്യ. ആറിയ കഞ്ഞി പഴങ്കഞ്ഞി അല്ല എന്താ മോളെ എന്ന് പറഞ്ഞു. എന്തായാലും അമ്മാമ്മയുടെ ഉള്ളിൽ നല്ല മോഹമുണ്ടെന്ന് എനിക്ക് തോന്നി. ഹസ്ബൻഡ് ഒരു വട്ടം 3 മാസത്തിനിടയ്ക്ക് വന്നില്ല മാഡം, ഒരു 6 മാസം കഴിഞ്ഞ് വരികയുള്ളൂ. അവിടെ ഭയങ്കര തിരക്കാണെന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ വഴക്കിട്ട് ഫോണിൽ കൂടെ, നിങ്ങൾക്ക് 24 മണിക്കൂറും ബിസിനസ്, ജോലി, അത് ഇത്, എന്താ മനുഷ്യതം, ഇവിടെ ഞാൻ നിങ്ങളെ കാത്തിരിക്കാൻ അറിയില്ലേ? അപ്പോഴേക്ക് ഹസ്ബൻഡ് തിരിച്ച് വഴക്കിട്ടു. നിന്നോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞല്ലേ, എൻ്റെ കൂടെ എപ്പോഴും നിൽക്കാമായിരുന്നല്ലോ. നീ അപ്പോൾ പൂനെയിലെ വെള്ളം കൊള്ളില്ല, അത് കൊള്ളില്ല, ഭക്ഷണം പിടിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ചാടിപ്പോയതല്ലേ, നിനക്ക് ഇവിടെ നിൽക്കാൻ മേലായിരുന്നു എന്നൊക്കെ ചോദിച്ചതിനോട് വഴക്കിട്ടു. ഞാൻ ഫോൺ കട്ട് ചെയ്തു. എനിക്ക് കരച്ചിൽ വന്നു. അപ്പോഴേക്കും അമ്മായിയും അത് കേട്ടുകൊണ്ട് വന്നിട്ട് പറഞ്ഞു, എടി, അവൻ്റെ കൂടെ നിനക്ക് നിൽക്കാൻ വയ്യാതല്ലേ നീ ഇങ്ങോട്ട് പോകുന്നത്? അപ്പോൾ അവൻ 6 മാസം കഴിഞ്ഞ് വന്നാലും നിനക്കെന്താ? പതുക്കെ വരട്ടെ. അമ്മയ്ക്ക് അങ്ങനെയൊക്കെ പറയാം. അമ്മയുടെ ഭർത്താവ് പ്രായമായി, ഞാൻ ചെറുപ്പക്കാരിയാണ്, എൻ്റെ ഭർത്താവും ചെറുപ്പക്കാരനാണ്, അതുകൊണ്ട് അമ്മയ്ക്ക് മനസ്സിലാകില്ല. അയ്യോ എടീ, പണ്ട് ഞാൻ പറഞ്ഞല്ലേ, നിന്നേക്കാൾ കൂടുതൽ ഇളക്കക്കാരിയായിരുന്നു ഞാൻ. എൻ്റെ ഭർത്താവ് എൻ്റെ അടുത്ത് വേണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. കല്യാണം കഴിഞ്ഞ് 10 വർഷം അയാൾ വല്ലപ്പോഴും മാത്രമേ വീട്ടിൽ പോയിട്ടുള്ളൂ. അതിനുപോലും ഞാൻ സമ്മതിച്ചിട്ടില്ല. ആ ഇളക്കമൊക്കെ അങ്ങ് നിന്ന് കഴിഞ്ഞപ്പോഴാണ് യഥാർത്ഥം എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് അവൻ ബിസിനസ് ചെയ്യുകയോ പണം ഉണ്ടാക്കുകയോ എന്തെങ്കിലും ചെയ്തോട്ടെ, നീ ഇവിടെ അടങ്ങിയിരിക്കൂ. അമ്മയ്ക്ക് അങ്ങനെയൊക്കെ പറയാം, എനിക്ക് അടങ്ങിയിരിക്കാൻ പറ്റുന്നില്ല. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടും 1-2 വർഷമേ 10 വർഷമൊന്നും ആയില്ല എന്ന് പറഞ്ഞപ്പോൾ അമ്മായിമ്മ എന്നെ ആശ്വസിപ്പിച്ചു. എടി, നീ കിടന്ന് ബഹളം ഉണ്ടാക്കാതിരിക്കെ. ബഹളം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുമ്പോൾ അവനുമായുള്ള ആ യോജിപ്പ് കുറയ്ക്കുകയുള്ളൂ.
കുറച്ചൊക്കെ പെണ്ണുങ്ങൾ സഹിക്കണം അവനവൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ബദൽ സംവിധാനങ്ങളെപ്പറ്റി ചിന്തിക്കണമെന്ന്. അമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ ബദൽ സംവിധാനം എന്ന് പറഞ്ഞത് ഞാനാണെങ്കിൽ നല്ല ആണുങ്ങളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തണമെന്നാണോ? അമ്മ അതിന് സമ്മതിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു, അങ്ങനെ വല്ല നല്ല ആണുങ്ങളുമാണെങ്കിൽ അമ്മയ്ക്ക് എന്താടി പ്രശ്നം? ഒരു പ്രശ്നമില്ല, അമ്മ അങ്ങ് കണ്ണടയ്ക്കും. അമ്മയുടെ സ്വഭാവം എനിക്ക് മനസ്സിലായില്ലേ? പക്ഷേ എൻ്റെ മോനേക്കാൾ നല്ല സൗന്ദര്യമുള്ളവനായിരിക്കണം, പിന്നെ അമ്മയ്ക്കും പ്രയോജനം വേണം, എങ്കിൽ അമ്മ സമ്മതിക്കടി കുട്ടി എന്ന് പറഞ്ഞ് അമ്മ എൻ്റെ ചുണ്ടിൽ നുള്ളിയിട്ടങ്ങ് പോയി. അത് കേട്ട് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. അമ്മ തമാശ പറഞ്ഞതാണ്, ഞാൻ വഴക്കിട്ടപ്പോൾ എന്നെ ആശ്വസിപ്പിക്കാൻ പറഞ്ഞതാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അല്ലാതെ അമ്മ സീരിയസ് ആയിട്ട് അങ്ങനെയൊന്നും പറയില്ല, ഉറപ്പാണ്. ഞാൻ അമ്മയുടെ പുറകെ ചെന്നു. അമ്മ അടുക്കള എന്തോ ചെയ്യാൻ തുടങ്ങിയാണ്. അമ്മ എന്താ പറഞ്ഞത്? തമാശയല്ലേ പറഞ്ഞത്? അപ്പം അമ്മ പറഞ്ഞു, തമാശയാണെന്ന് നീ വിചാരിച്ചാൽ തമാശ അല്ല, കാര്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ അതും നല്ലൊരു ഉപായമല്ലേ? അപ്പോൾ ഞാൻ സൗന്ദര്യമുള്ളൊരുത്തിനെ വിളിച്ചു കഴിഞ്ഞാൽ അമ്മ സമ്മതിക്കും, അമ്മയ്ക്കും കൂടി ഉപകാരം വേണം, അതാണോ അമ്മ പറഞ്ഞു വരുന്നേ? എടി, ഞാനൊരു ഐഡിയ ഇട്ട് തന്നേ ഉള്ളൂ. നീയല്ലേ പറഞ്ഞത് എനിക്കിനിയും അംഗത്തിനുള്ള ബാല്യമുണ്ടെന്ന്? പക്ഷേ അംഗം ഇവിടെ നടത്തണമെങ്കിൽ നമ്മൾ രണ്ടുപേരും ഒരുപോലെ അംഗത്തട്ടി കയറണം. നീ മാത്രം അംഗം നടത്തുകയും ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയും, ഞാൻ മാത്രം അംഗം നടത്തുകയും നീ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ അമ്മായിയമ്മയും മരുമോളും തമ്മിലുള്ള യഥാർത്ഥ പോരും പ്രശ്നങ്ങളും തുടങ്ങും. നീ കല്യാണമൊന്നും വേണ്ടാന്ന് പറഞ്ഞ് ഒരു ഓഫീസ് ജോലിയൊക്കെ ചെയ്ത് നഗരത്തിൽ ജീവിച്ച ആളല്ലേ? അപ്പം നിനക്ക് നല്ല കണക്ഷൻ ഉണ്ടാകും, നിനക്ക് നല്ല അനുഭവങ്ങളും കാണും. അനുഭവങ്ങളില്ലെങ്കിൽ നീ അത് കേട്ടെങ്കിലും പരിചയമുള്ളവളാകും, അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്താഗതിക്കാരിയാകും. പിന്നെ എൻ്റെ കാര്യവും ഞാൻ ഒരിക്കലും നല്ലവളാണെന്ന് പറയില്ല. എനിക്ക് ഒരബദ്ധം പറ്റി, പക്ഷേ ആ അബദ്ധം പറ്റാൻ ഞാൻ കാണിച്ച ആക്രാന്തം എന്താണെന്ന് എനിക്കറിയാമല്ലോ. പിന്നെ കുടുംബമായപ്പോൾ ഞാനും അടങ്ങി ഒതുങ്ങുന്നേ ഉള്ളൂ. നിൻ്റെ ഉള്ളിൽ ഒരു സ്പാർക്കുണ്ട്, അത് എൻ്റെ കയ്യിലുമുണ്ട്. നമ്മൾ ഏകദേശം ഒരേ തൂവൽ പക്ഷികളാണ്. അതുകൊണ്ടാണ് നമ്മൾ അമ്മായിയമ്മയും മരുമകളുമായിട്ട് വലിയ രീതിയിൽ വഴക്കുണ്ടാക്കാത്തത്. അതുകൊണ്ട് നിനക്ക് വലിയ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ എന്നോട് പറയുക, എനിക്ക് ആഗ്രഹങ്ങളുണ്ടെങ്കിൽ ഞാനും പറയാം. അത് നന്നായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. പിന്നെ ഭർത്താവുമായിട്ട് വഴക്കിട്ടിട്ടൊരു കാര്യമില്ല. എൻ്റെ മോൻ്റെ സ്വഭാവമല്ലേ, അവന് പണ്ടേ ബിസിനസ് ചെയ്യണം, ജോലി ചെയ്യണം, പിന്നെ UK യിലോ USA യിലോ എങ്ങോട്ടൊക്കെ പോകണം, വേറെ എവിടെയോ പോകണം എന്ന് പറയുകയാണ്. അവൻ ഈ നാട്ടിൽ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ വിദേശ രാജ്യത്ത് സെറ്റിലാകാൻ നടക്കുന്നൊരുത്തിനാണ്. അവനെ അവിടേക്ക് കൊണ്ടുപോകരുത്, ഈ നാട്ടിൽ തന്നെ നിർത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് എൻ്റെ പൊന്നുമോളെ, അവനെ ഇവിടെ പിടിച്ചു നിർത്തി നീയും എൻ്റെ കൂടെ വേണം, അതാണ് എൻ്റെ ആഗ്രഹം. അമ്മ എന്താണ് ഈ പറഞ്ഞത്? എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഒരു സുന്ദരനെ ഇവിടെ വിളിച്ചു വരുത്തുന്നു, അമ്മയ്ക്കും അയാൾ ഓക്കെയാണ്, നമ്മൾ 3 പേരും കൂടെ ഇവിടെ ഇങ്ങനെ പോകുന്നു. പക്ഷേ എൻ്റെ ഭർത്താവ് യൂറോപ്പിൽ പോകുന്നതും അത് തടയുന്നതും തമ്മിൽ ഇതും ഒക്കെ ആയിട്ട് എന്താ ബന്ധം? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എടി, ഞാൻ അതിനു മുമ്പ് നിന്നോട് വേറെ ചോദ്യം ചോദിക്കാം. എൻ്റെ മോനും നീയും തമ്മിലുള്ള ബന്ധം എങ്ങനെ പോകുന്നു? ഒരാണെന്നുള്ള നിലയ്ക്ക് അവൻ എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു, നല്ല ആളാണ്, അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വരാൻ നിർബന്ധിക്കുന്നത്. എങ്കിൽ അവന് വേറൊരു കുഴപ്പമുണ്ട്. ഞാൻ സത്യസന്ധമായി പറയുകയാണ്, അവന് കുട്ടികളുണ്ടാകാനുള്ള ചാൻസ് വളരെ കുറവാണ്. നിങ്ങൾക്ക് ഇത്രയും നാളായിട്ട് കുട്ടികളുണ്ടായോ? നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നോ? ഇല്ല. അപ്പോൾ ഒരു കാര്യങ്ങളും ഉപയോഗിക്കാതിരുന്നിട്ടും നിങ്ങൾക്കിതുവരെ കുട്ടികളൊന്നും ഉണ്ടായില്ല. അതിനർത്ഥം അവന് ഉടനെ കുട്ടികൾ ഉണ്ടാകില്ല. ട്രീറ്റ്മെൻറ്റ് ചെയ്താലും കുട്ടികളുണ്ടാകാനുള്ള ചാൻസ് വളരെ കുറവാണ്. അത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. അമ്മ എന്താ ഇങ്ങനെ പറഞ്ഞത്? ആകെ കൂടി ഞാൻ ചതിക്കപ്പെടുകയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, അതൊന്നും എനിക്കറിയില്ല. അവനെ നീ പ്രേമിച്ചു, നിന്നെ അവനെ പ്രേമിച്ചു, 2 പേരും ഇഷ്ടമായിട്ടാണ് കാര്യങ്ങൾ നടന്നത്. ഇല്ല, ഞാൻ പ്രേമിച്ചൊന്നുമില്ല. പുള്ളി എന്നെ കണ്ടു വന്നിട്ട് വീട്ടിൽ വന്ന് ചോദിക്കുകയായിരുന്നു. എനിക്കും ഇഷ്ടം, കല്യാണം ആലോചിക്കാൻ വന്നപ്പോൾ കണ്ടപ്പോൾ ഇഷ്ടമായതാണ്. എന്ത് കുന്തെങ്കിലും ആകട്ടെ, കല്യാണം വേണ്ട എന്ന് പറഞ്ഞ് നിന്ന് നീ അവനെ കണ്ടപ്പോൾ സമ്മതിച്ചോ? അവനെ നല്ലവനാണെന്ന് നീ വാഴ്ത്തുന്നുണ്ടോ? അത് മതി മോളെ. അമ്മേ, എന്നാലും പുള്ളിക്ക് എന്താ പറ്റിയത്? അത് പണ്ട് മുണ്ടിനീര് ഏതാണ്ടൊക്കെ വന്നിട്ട് അന്നേ ഡോക്ടർ പറഞ്ഞതാണ്. വലിയ പ്രശ്നമായിരുന്നു, കോംപ്ലിക്കേഷൻസ് ആയിരുന്നു, കുട്ടികളുണ്ടാകാനുള്ള ചാൻസ് വളരെ കുറവാണെന്ന് പറഞ്ഞു. പിന്നീട് ഒരിക്കൽ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഒന്നുമില്ലായിരുന്നു മോളെ, കൗണ്ടൊക്കെ 0 ആണ്. അപ്പോൾ ഉണ്ടാകില്ലെന്ന് ഏകദേശം ഉറപ്പാണ്. അവൻ പറഞ്ഞു അതൊക്കെ പിന്നീട് അങ്ങ് ശരിയാകുമെന്ന്. അവനാണെങ്കിൽ എല്ലാ കാര്യങ്ങളും മറന്നതാണ്. കല്യാണത്തിന് മുമ്പ് ഞാനൊന്ന് പറഞ്ഞതാണ് ഡോക്ടറെ ഒന്ന് കണ്ട് ചെക്ക് ചെയ്യാൻ. അവൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, അമ്മ ഇങ്ങനെ വെറുതെ ഓർമ്മിപ്പിക്കരുതെന്ന്. പക്ഷേ എനിക്കുറപ്പാണ് മോളെ, അതിനുള്ള കഴിവ് അവനുണ്ടോയെന്ന് വളരെ സംശയമാണ്. അത് കേട്ട് ഞാൻ അടിമുടി ഞെട്ടിപ്പോയി. അപ്പോൾ പിന്നീടൊന്ന് പരിശോധിച്ച് നോക്കിയില്ലേ അമ്മേ?
അവൻ പരിശോധിച്ചൊന്നുമില്ല. ഞാൻ പറഞ്ഞതാണ്. അവൻ പറഞ്ഞത് പ്രശ്നമില്ല, കാലക്രമേണ ശരിയാകുമെന്ന്. അത് പറയാൻ ചേട്ടനാരോ ഡോക്ടറാണോ? അതൊന്നും എനിക്കറിയില്ല. അവനൊരാണാണ്. ഒരമ്മയ്ക്ക് പുറകെ നടന്ന് പറയുന്നതിൽ ഇത്തിരി ബുദ്ധിമുട്ടില്ലേ? അതുകൊണ്ട് ഞാൻ അവൻ്റെ വഴിയെ വിട്ടു. 2-3 കല്യാണം വേറെ ഒത്തു വന്നതാണ്. അപ്പോഴാണ് പണ്ട് നടന്ന സംഭവങ്ങളൊക്കെ ഒരു പ്രശ്നമായത്. പേരുദോഷം ഉണ്ടാക്കിയത് ഞാനാണല്ലോ. അതുകൊണ്ട് എനിക്ക് അവനോടൊന്നും പറയാൻ പറ്റിയില്ല. പിന്നെ 3ാമത് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാനങ്ങ് സമ്മതിക്കുകയും ചെയ്തു. എനിക്കിതിൽ യാതൊരു പങ്കുമില്ല. അമ്മേ, ഞാനിനി എന്ത് ചെയ്യും? നീ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, നീ മിടുക്കിയാണെങ്കിൽ അവൻ വരുമ്പോൾ നന്നായി പെരുമാറും. ഇടയ്ക്കിടയ്ക്ക് അവനെ അവിടെ വിളിച്ചു വരുത്തേണ്ട യാതൊരു കാര്യമില്ല. ഭർത്താവ് വന്നില്ലെങ്കിൽ നിനക്കൊന്നുമില്ല. അതുകൊണ്ടാണ് നിന്നോട് ഞാൻ പറഞ്ഞത്, നീ മറ്റു വഴികൾ നോക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ അമ്മയ്ക്കും ഒരു ശാപമോക്ഷം കിട്ടും മോളെ. നീ അങ്ങ് ഇറങ്ങി വിളയാട് കളത്തിൽ. അതായിരിക്കും നിനക്ക് നല്ലത്. മുന്നും പിന്നെ നോക്കണ്ട. പിന്നെ ഏതെങ്കിലും നല്ലൊരുത്തം വരികയാണെന്നുണ്ടെങ്കിൽ അവർ വരുന്ന സമയത്തിന് നീ കാര്യങ്ങളൊന്നും സാധിച്ചെടുക്ക്. ഒരു കുട്ടിയൊക്കെ ആയിക്കഴിഞ്ഞ് ഇവിടുന്ന് അവൻ പോകാതിരിക്കാനുള്ള ബാക്കി ചട്ടക്കൂടുകളും പൂട്ടുകെട്ടുകളും ഒക്കെ നീ അങ്ങ് നിർമ്മിക്കടി. നമുക്കിവിടെ അടിച്ചു പൊളിച്ച് മുന്നോട്ട് പോകാം എന്നമ്മ പറഞ്ഞു. ഞാനാണെങ്കിൽ 2-3 ദിവസം ഷോക്കിലായിരുന്നു. അമ്മ പറഞ്ഞത് എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഹസ്ബൻഡിനെ വിളിച്ച് ഞാൻ ചോദിച്ചു. ഹസ്ബൻഡ് ഉടനെ അമ്മയെ വിളിച്ച് ഒത്തിരി വഴക്ക് പറഞ്ഞു. എന്തിനാണ് അവളോട് പറയാൻ പോയത്? എനിക്കൊരു പ്രശ്നവുമില്ല, അതൊക്കെ ഇപ്പോൾ ഓക്കെ ആയി കാണുമെന്ന്. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, എനിക്ക് ടെസ്റ്റ് ചെയ്തിട്ട് റിസൾട്ട് അയക്കണം, ഇല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റിന് പോകണം. നിങ്ങൾ അടിക്കടി ഇവിടെ വരണം. നിങ്ങൾ അവിടെ നിന്നാൽ പോരാ, ഇവിടെ നിൽക്കണം. അല്ലെങ്കിൽ മാസത്തിൽ ഒരു തവണയെങ്കിലും വരണം. എനിക്ക് കുട്ടികളില്ലാത്തൊരുത്തി എന്നുള്ള പേരുദോഷം കേൾക്കാൻ വയ്യ എന്ന് പറഞ്ഞു. അതുപോലെ ഞാൻ പറഞ്ഞു, എന്തായാലും ഇനി യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളിലേക്ക് ഞാൻ വരുന്നില്ല. കുട്ടി ഉണ്ടായി കഴിഞ്ഞിട്ട് മാത്രം നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡ് വല്ലാത്ത അവസ്ഥയിലായി. ഞാൻ ടെസ്റ്റ് ചെയ്യില്ല, എനിക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞെങ്കിൽ ഇവിടെ വന്ന് തെളിയിക്കുക, അടിക്കടി വരിക, എല്ലാ മാസവും ഒരാഴ്ച ഇവിടെ വന്ന് നിൽക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, എല്ലാ മാസവും പറ്റില്ല, ഞാൻ ഒരു 45 ദിവസം കൂടി ഇരിക്കുമ്പോഴേക്കും ഒരാഴ്ച വരാമെന്ന്. ആ, അങ്ങനെ വന്നോണം. അടുത്ത ആഴ്ച വരുമെന്ന് ചോദിച്ചു. വരുമെന്ന് പറഞ്ഞു. അങ്ങനെ സമ്മതിച്ച് അടുത്ത ആഴ്ച വന്നു. ഒരാഴ്ച കളിയും ചിരിയും പരിഭവവും പിണക്കവും ഒക്കെയായി ഞങ്ങൾ തമ്മിൽ ഒരു സമവാക്യമുണ്ടായിട്ടാണ് പുള്ളി പോയത്. പുള്ളിയുടെ പ്രശ്നങ്ങളൊക്കെ ഞാനങ്ങ് സഹിച്ചു. പക്ഷെ പുള്ളി എന്തൊക്കെ വന്നാലും ടെസ്റ്റ് ചെയ്യുന്നില്ല. എല്ലാം റെഡിയാകുമെന്നാണ് പറഞ്ഞിട്ട് പോയത്. പോയി കഴിഞ്ഞപ്പോഴേക്കും അമ്മ എൻ്റെ അടുത്ത് വന്നു. ആദ്യം മകൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും രണ്ടുപേരും കൂടി ഇത്തിരി വഴക്കായിരുന്നു. രഹസ്യം പൊട്ടിച്ചില്ലേ അതിന്. പിന്നെ ഞാനും കൂടി സമാധാനപ്പെടുത്തി ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷേ അമ്മ ഇപ്പം എന്നോട് ചോദിച്ചു, എന്താ നിൻ്റെ തീരുമാനമെന്ന്. അമ്മേ, ഞാൻ അത് തീരുമാനിക്കാനാ? എടി, അവനിൽ നിനക്ക് ഗുണം ഉണ്ടാകും തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, ഇങ്ങനെ കഴിഞ്ഞു പോകട്ടെ, അന്നേരം അറിയാമല്ലോ. ഇനി സ്ഥിരമായിട്ട് വരുമെന്ന് പറഞ്ഞല്ലോ. പിന്നെ സ്ഥിരമായിട്ട് വന്നാലൊന്നും ഒരു ഗുണവും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ അമ്മ എന്താ പറഞ്ഞത്? എടി, അവൻ അടിക്കടി വന്നോട്ടെ, നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. ഇതിപ്പം എൻ്റെ ഭർത്താവ് 45 ദിവസം കൂടി ഇരിക്കുമ്പോൾ വരാമെന്ന് പറഞ്ഞു. എൻ്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകും. പക്ഷേ അമ്മയ്ക്കാണിപ്പോൾ ആക്രാന്തം കൂടുതലെന്ന് തോന്നുന്നല്ലോ. കുട്ടികളുണ്ടാകുമെന്ന് അദ്ദേഹത്തിന് ഡൗട്ടുണ്ട്. അമ്മ പറയുന്ന കുട്ടികളുണ്ടാകില്ലെന്നും. അപ്പോൾ ഇങ്ങനൊരു അവസരത്തിൽ ഏതെങ്കിലും രീതിയിൽ ഒരു കുട്ടി ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് എന്നെ സംശയിക്കില്ലേ? അപ്പം അമ്മ പറഞ്ഞു, എടി പൊട്ടി, അവന് കുട്ടികളുണ്ടാകില്ലെന്ന് എനിക്കുറപ്പാണ്. അവന് പക്ഷേ കുട്ടികൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. നാണക്കേട് കൊണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനും വരില്ല. അതുകൊണ്ട് മോളെ, നീ കുറച്ച് നാൾ കാത്തിരുന്നിട്ട് എൻ്റെ വഴിയിലേക്ക് വരുമെന്നാണ് തോന്നുന്നേ. നീ ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു. പിന്നീട് ഹസ്ബൻഡ് സ്ഥിരമായിട്ട് വരാൻ തുടങ്ങി. മാഡം, കുറേ നാളൊക്കെ ആയിട്ടും യാതൊരു ഗുണവും ഉണ്ടായില്ല. അമ്മ പറഞ്ഞതിൽ എന്തോ കാര്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഹസ്ബൻഡിനോട് ഞാനൊന്നും ഷെയർ ചെയ്തില്ല. അവസാനം അമ്മയോട് ഞാൻ പറഞ്ഞു, ഇനി ഞാൻ ട്രൈ ചെയ്യട്ടെ അമ്മയെന്ന്. അമ്മ പറഞ്ഞു, എടീ, നീ ഇതെന്നോട് പറയുന്നത് എനിക്കറിയാമായിരുന്നു. നീ ഇപ്പോൾ ട്രൈ ചെയ്തതിനേക്കാൾ മുന്നേ എനിക്ക് പറ്റിയ കക്ഷി, നിനക്ക് പറ്റിയ കക്ഷി 25 വയസ്സ് പോലുമില്ല. അവന് നമ്മൾ രണ്ടുപേരുടെയും അടിമയാകണമെന്നാണ് പറഞ്ഞത്. അമ്മ എന്തൊക്കെയാണ് പറഞ്ഞ? അടിമയോ? എടീ, നമ്മൾ പറയുന്ന പോലെ കേൾക്കുന്ന, നമ്മുടെ അടിമയായി നിൽക്കുന്ന ഒരു കൊച്ചു പയ്യൻ. ഒരു പ്രശ്നമില്ല. അമ്മ ഇത് എവിടെ വെച്ച് കണ്ടുപിടിച്ചു? എങ്ങനെ കണ്ടുപിടിച്ചു? ആ, നീ ഈ ഭർത്താവിൻ്റെ കിളി പറന്ന് നോക്കിയിരിക്കും. ഞാനാണെങ്കിൽ സെർച്ച് ചെയ്യുകയായിരുന്നു മോളെ. ഞാനിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ്. നിന്നോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അങ്ങനെ കണ്ടുപിടിച്ചതാണ്. വല്ല ഫേക്കും ആയിരിക്കും അമ്മ എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, ഫേക്കൊന്നുമല്ല, നോക്ക്, അവൻ്റെ വീഡിയോ റീൽസൊക്കെ നീ കണ്ടില്ലേ? യോ, ഇവനോ ഇത്രയും നല്ല സൗന്ദര്യമുള്ള പയ്യൻ?
നമ്മൾ രണ്ടുപേരുടെയും അടിമ. അമ്മയുടെ കഥ കൊള്ളാം. എടി, നീ ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ അവനിവിടെ വരും. അപ്പം അറിയാലോ ഉള്ളതാണോ കള്ളമാണോ എന്ന്. ഞാൻ പറഞ്ഞു വരാൻ പറയാൻ. അങ്ങനെയാണ് ആ ചെക്കൻ വന്നത്. വന്നു കഴിഞ്ഞപ്പോൾ അവന് ഞങ്ങൾക്ക് പാചകമൊക്കെ ചെയ്തു തരണം. അതുമാത്രമല്ല, ഞങ്ങളുടെ ചില വസ്ത്രങ്ങൾ വരെ അവൻ നനച്ചു തന്നു. ഇങ്ങനെ ഞങ്ങൾ പറയുന്ന ചില പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് അവൻ ഞങ്ങളുടെ അടുത്ത് വന്നത്. ഒരേപോലെ തന്നെ ഞങ്ങൾ പറയുന്നത് എന്തും ഏത് രീതിയിലും അവൻ ഫ്ലെക്സിബിളായിരുന്നു മാഡം. അവൻ്റെ സ്വഭാവം കണ്ട് ഞങ്ങൾ അമ്പരന്ന് പോയി. അവൻ തന്നെയാണ് ഞങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിയത്. അടിമയായി ജീവിക്കാനാണ് അവനിഷ്ടം. 1 2 3 4 പേര്, എത്ര പേരുണ്ടെങ്കിലും അവരുടെ അടിമയായി, അവന് ഇഷ്ടപ്പെട്ട സ്ത്രീകളുടെ അടിമയായി അവൻ ജീവിക്കും പോലും. എന്തായാലും അമ്മായിയമ്മയും മരുമകളും അങ്ങനെ 2 പേരുടെ അടിമയായിട്ട് അവനോട് വരുമ്പോൾ ആക്ട് ചെയ്യുമെന്നും ഞങ്ങൾ അവനെ ശരിക്കും പറഞ്ഞാൽ ആട്ടിത്തെളിക്കണമെന്നും അവൻ പറഞ്ഞു. ഞങ്ങൾ 2 പേരും പല കാര്യങ്ങൾക്ക് വേണ്ടി അവനോട് ആജ്ഞാപിക്കണമെന്നും അവൻ ചെയ്യാൻ മടി കാണിച്ചു കഴിഞ്ഞാൽ ശിക്ഷ കൊടുക്കണമെന്നും അതേപോലെ അവനെ കേൾക്കാൻ കൊള്ളാത്ത വാക്കുകൾ കൊണ്ട് ശകാരിക്കണമെന്നും അവൻ പറഞ്ഞു. ഇതൊക്കെ കേട്ട് ആദ്യം എനിക്കിത്തിരി കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അമ്മായിയമ്മ അവനുമായിട്ട് ചാറ്റുള്ളത് കൊണ്ട് അമ്മായിയമ്മയ്ക്കൊരു കൺഫ്യൂഷനുമില്ല. അമ്മയാണ് യഥാർത്ഥത്തിൽ അവൻ്റെ കാര്യങ്ങളൊക്കെ എന്നെ ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കിയത്. അമ്മ ഒരു കില്ലാടിയാണെന്ന് എനിക്ക് മനസ്സിലായി. ചുരുക്കം പറഞ്ഞാൽ അവൻ ഞങ്ങൾക്ക് കൂടത്തിൽ നിന്നും തുറന്നു വിട്ട ഭൂതമായിരുന്നു. ഞങ്ങളുടെ കൂടെ നിന്നു. അവൻ ഞങ്ങൾ പറയുന്നതെന്തും അവിടെ പ്രവർത്തിക്കുന്ന ഒരത്ഭുത മനുഷ്യനെ പോലെയായിരുന്നു. ശരിക്കും ഭർത്താക്കന്മാരല്ല നമ്മളുടെ ജീവിതത്തിലെ വെളിച്ചമെന്ന് എനിക്ക് മനസ്സിലായി. ഇതേപോലെയുള്ള അത്ഭുത വിളക്കുകളുള്ള ആളുകൾ വരണം, വ്യത്യസ്ത സ്വഭാവക്കാർ. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി സന്തോഷകരമായിട്ടാണ് ജീവിച്ചു വന്നത്. എല്ലാത്തിനും കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് അമ്മാമ്മ ഉണ്ടായിരുന്നു. എന്തായാലും എൻ്റെ ഭർത്താവിൻ്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടോ എന്നെനിക്കറിയില്ല. എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചു. കാരണം ഞാനിപ്പോൾ 4ാം മാസമാണ്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെ എന്നെനിക്ക് പറയാൻ പറ്റൂ. അതിൻ്റെ സന്തോഷത്തിലാണ് ഹസ്ബൻഡും ഞാനുമെല്ലാം. ഇതറിഞ്ഞപ്പോൾ ഹസ്ബൻഡ് ഇങ്ങി പോന്നു മാഡം. അപ്പോൾ അവനെ വിളിച്ചു വരുത്താൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞാനും അമ്മയും ഹസ്ബൻഡുമെല്ലാം പഴയതുപോലെ ജീവിക്കുകയാണ്. അവനെ താൽക്കാലികമായി ഞങ്ങൾക്ക് ഒഴിവാക്കേണ്ടി വന്നു. പിന്നെ വേണ്ടിയ അവസരത്തിൽ മീറ്റ് ചെയ്യാം എന്നായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. ഞങ്ങളുടെ രഹസ്യങ്ങളൊന്നും അവനറിയില്ല. അതായത് ഞാനും അമ്മായിമ്മയും തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങും എൻ്റെ ഭർത്താവിൻ്റെ പ്രശ്നങ്ങളുമൊക്കെ അവൻ അത്രയ്ക്കൊന്നും ഇല്ല, ചിന്തിക്കില്ല എന്നായിരുന്നു എനിക്ക് തോന്നിയിരുന്നത്. പക്ഷേ മാഡം, ഞങ്ങളെല്ലാം ഞെട്ടിച്ചുകൊണ്ട് അമ്മായിമ്മ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അവൻ്റെ കൂടെ പോയി. ഒരു സുപ്രഭാതത്തിൽ നോക്കുമ്പോൾ അമ്മയെ കാണാനില്ല. പിന്നീട് അമ്മ വിളിച്ചു പറയുകയായിരുന്നു അമ്മയെ തിരക്കുണ്ടെന്നും അവൻ്റെ കൂടാണ് അമ്മ താമസിക്കുന്നതെന്നും. എന്നിട്ട് എന്നോടമ്മ വാൺ ചെയ്തു, അമ്മയെ ശല്യപ്പെടുത്താൻ ചെല്ലരുത്, എൻ്റെ ഭർത്താവിനെ നിയന്ത്രിക്കണം, അല്ലെങ്കിൽ അമ്മ രഹസ്യങ്ങളൊക്കെ വെളിവാക്കും. അമ്മയ്ക്ക് അവനെ വിട്ടുപിരിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് അമ്മ പോയത്. അമ്മ അവിടെ കംഫർട്ടബിളാണ്. ഞാനിനി ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്, ഭർത്താവിനോട് ഒന്നും പറയരുത്, എല്ലാം രഹസ്യമായിരിക്കട്ടെ എന്ന് പറഞ്ഞ അമ്മ ഒഴിഞ്ഞു. എൻ്റെ ഹസ്ബൻഡിന് നല്ല വിഷമമുണ്ട്. അമ്മയെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മ എന്നെ വിളിച്ച് വഴക്കുണ്ടാക്കുകയാണ്, നീ അവനെ അടക്കി നിർത്തണം, ഇല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അവനോട് പറയും എന്ന്. എനിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. തൽക്കാലം നിങ്ങളുടെ രഹസ്യങ്ങൾ, ഇതൊന്നും ശരിയായ കാര്യമല്ലെങ്കിൽ കൂടിയും നിങ്ങളുടെ രഹസ്യങ്ങളൊക്കെ നന്നായി നിൽക്കണമെങ്കിൽ അമ്മായിയമ്മയെ ശല്യപ്പെടുത്താതിരിക്കുക. അവർ അവരുടെ കാര്യം നോക്കി ആ ചെക്കനോട് കഴിയട്ടെ. ഇപ്പം ഈ പ്രായത്തിൽ 2 പേർക്ക് അവർക്ക് 2 പേർക്ക് ബാധയൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനോട് നിൽക്കുകയും വേണം. ഇത്രയും തരികിടകൾ കാണിക്കേണ്ട യാതൊരു ആവശ്യവുമില്ലായിരുന്നു. ഹസ്ബൻഡിനോട് സ്ട്രിക്റ്റായിട്ട് പറയുക, അമ്മയുടെ വഴിക്ക് പോയി, അമ്മ അവിടുന്ന് ഒരു പാഠം പിടിച്ച് അമ്മ തിരിച്ചു വരുമ്പോൾ നമുക്ക് സ്വീകരിക്കാം. തൽക്കാലം അമ്മയുടെ പുറകെ പോകേണ്ട, അമ്മയെ ശല്യപ്പെടുത്തണ്ട, നിങ്ങൾ എൻ്റെ കാര്യം നോക്കൂ എന്ന് പറഞ്ഞ് നിങ്ങൾ ഭർത്താവിനെ ശരിക്കും ഒന്ന് ബ്രെയിൻ വാഷ് ചെയ്ത് നിങ്ങളുടെ കൂടെ നിർത്തുക. അമ്മ ഒരു സ്വതന്ത്രമായ വ്യക്തിയാണല്ലോ. അപ്പോൾ അമ്മയ്ക്ക് എന്ത് സ്വാതന്ത്ര്യം വേണമെങ്കിലും ഉണ്ട്. നിങ്ങൾക്കല്ലേ ഭർത്താവുള്ളത്. അമ്മായിയമ്മയ്ക്ക് ഈ പറഞ്ഞതുപോലെ ഭർത്താവ് ഉള്ളതും ഇല്ലാത്തതും എല്ലാം ഒരു പഴയ കഥയോടെ ചേർക്കുമ്പോഴേക്കും അമ്മായിയമ്മ ഇപ്പം ചെയ്തതിൽ കുറ്റമൊന്നും പറയാൻ പറ്റില്ല. കാര്യം ഭർത്താവ് ചെയ്ത പോലെ ഭാര്യയും ചെയ്തതെന്നുള്ള രീതി മാത്രമായി, പിന്നെ നാണക്കേടേ ഉള്ളൂ. അതുകൊണ്ട് തൽക്കാലം ഭർത്താവിനോട് കാര്യങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിക്കുക, അവരുടെ പുറകെ പോകാതിരിക്കുക. അവരുടെ പുറകെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നമായതുകൊണ്ട് നിങ്ങൾ 2 പേരും നിങ്ങളുടെ കാര്യം നോക്കുക. അതിലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇത്രയും വലിയ കള്ളത്തരം കാണിക്കുക, പിന്നെ എന്ത് ചെയ്യാനാണ്? എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകുക. അതാണ് ഞാൻ പറഞ്ഞത്. ഒത്തിരി വലിയ കറക്ക് കമ്പനികളിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഒത്തിരി കറക്ക് പ്രശ്നങ്ങളും ഉണ്ടാകും.